everyone, welcome back to Serene Vibes. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെന്ന് പറയുമ്പം ദർ ഇസ് എ സ്പെഷ്യൽ സമ്മൺ. എൻ്റെ റൂംമേറ്റ്, her name is Meenu. So she is with me today and we are going out for a കുഞ്ഞു ഷോപ്പിംഗ്. This is Meenu. ഹലോ. ഞങ്ങളിന്ന് പുറത്തൊരു കുഞ്ഞു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഷോപ്പിംഗ് എങ്ങോട്ടാണ് എന്നൊക്കെയുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബിഫോർ ദാറ്റ് I'll show you something. Look at this. This is our outfit for today. ഫുൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല, എനിക്ക് അത്രയുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. ചേച്ചി നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ് ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. And this is her outfit. ഞങ്ങൾ ഇത്ര ഒരുങ്ങി കെട്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണ്ടേ? വി ആർ ഗോയിങ് ടു എ ത്രിഫ്റ്റ് സ്റ്റോർ. ഈ ത്രിഫ്റ്റ് സ്റ്റോർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ത്രിഫ്റ്റ് സ്റ്റോർ എന്താണ് മലയാളത്തിൽ, എന്തോ ത്രിഫ്റ്റ് സ്റ്റോറിന്റെ പറയുന്നത്? ത്രിഫ്റ്റ് സ്റ്റോർ ഞാൻ എന്താന്ന് ഒരു ഐഡിയ പറഞ്ഞു തരാം. ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ടാത്തപ്പം നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് വേറെ ആൾക്കാർ ആ സാധനം മേടിച്ചോണ്ട് പോകുന്നതാ. അത് തന്നെ, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും മേടിക്കുന്ന കടയാണ് ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദിക്കും ആക്രി പെറുക്കാനായിട്ട് പോകുകയാണോ എന്നൊക്കെയുള്ള കമന്റ്സ് വരാതിരിക്കാൻ പറയുവാണ്. യെസ്, ഞങ്ങൾ ആക്രി പെറുക്കാൻ പോവാണ്. ഇത്ര ഒരുങ്ങി കെട്ടിയാണോ പോകുന്നതെന്ന് വെച്ചാൽ അതെ, ചത്ത് കിടന്നാലും ചമഞ്ഞടക്കണം. അതുകൊണ്ട് ഇത്ര ഒരുങ്ങി കെട്ടിയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ഇന്നൊരു അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. സ്കേർട്ട് ഇട്ടത് പണിയാവത്തില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോകുകയാണ്. ദിസ് ഇസ് മൈ ഹൗസ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് ഒരു വട്ടം ടെറബിൾ. ഓക്കെ, ഞാനൊരു സാധനം കാണിച്ചു തരാം. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പുറത്ത് പോയിട്ട് തിരിച്ചിങ്ങനെ വന്ന സമയത്ത് ഇവിടെ കുറച്ച് റെഡ് കളറിലെ കുഞ്ഞി കുഞ്ഞി ഫ്ലവേഴ്സ് കണ്ടു. ഐ മീൻ ഫ്ലവേഴ്സ് ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനത് എന്താണെന്ന് നോക്കാനായിട്ട് ഇങ്ങനെ വന്നതാ. ആൻഡ് യു നോ വാട്ട് ഐ ഫൗണ്ട്? ഐ ഷോ യു. ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ ഫൗണ്ട്. ഈ റെഡ് കളറിൽ ഇത് എന്താണെന്ന് അറിയാനായിട്ടാണ് ഞാൻ വന്നത്. ആൻഡ് യു നോ വാട്ട് ദീസ് ആർ? ദിസ് ഇസ് റാസ്ബെറി. അയ്യോ കാണുന്നില്ല, ഫോക്കസ് ആവുന്നില്ല. ഇതാണ് റാസ്ബെറി ആണിത്. ഇത് കണ്ടോ കുഞ്ഞ്, ഞാൻ പറിച്ച് കാണിച്ചു തരാം. നമ്മളിത് കടയിൽ നിന്ന് മേടിക്കുന്നത് ഒരു $3 ഒരു 10 എണ്ണമൊക്കെ മേടിക്കുന്നത്. പക്ഷെ ഇനി നമുക്ക് മേടിക്കണ്ട, കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ പോയി ഒന്ന് പറിച്ചു നോക്കിയതാ. പക്ഷെ യൂഷ്വലി റാസ്ബെറിക്കൊക്കെ ഭയങ്കര പുളി ആയതുകൊണ്ട് ആരും അങ്ങനെ ലൈക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത സാധനമാണ്. പക്ഷെ ഈ റാസ്ബെറിക്ക് നല്ല മധുരം. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഓവർനൈറ്റ് ഓട്സിലും പിന്നെ ഷേക്കൊക്കെ അടിക്കുമ്പം അതിനകത്തൊക്കെ ഇട്ട് കഴിക്കും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഞങ്ങളിപ്പം നടന്നുകൊണ്ടിരിക്കുക. അകത്തുനിന്ന് കണ്ടപ്പം നല്ല നല്ല വെതറാന്ന് വിചാരിച്ചു. ഇപ്പം കാറ്റ് കാരണം നടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ പാവാടെ സൂപ്പർ. ഞങ്ങൾ ഡെയിലി വന്ന് നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണിത്. ഇവിടെ ഒരു മരം, എൻ്റെ കറക്റ്റ് മുകളിൽ തന്നെ ഒരു മരം കാണുന്നില്ലേ? ഈ മരത്തിൽ റെഡ് കളറിലെ എന്തോ ഒരു ലൈക്ക് നമ്മുടെ ചാമ്പയ്ക്കൊക്കെ അല്ലേ നാട്ടിലെ, അതുപോലെ നിൽക്കുന്ന എന്തോ ഒരു സാധനം കുഞ്ഞു കുഞ്ഞായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് സാധനം ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ കഴിച്ചാൽ വിഷമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഇന്ന് നമ്മൾ വന്ന് നോക്കിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ താഴെ കിടക്കുന്ന പറഞ്ഞാൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ആ ഫ്രൂട്ട്. ഇത്രേ ഉള്ളൂ ആ സാധനം. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ആപ്പിളാണ്. അപ്പം ഞങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇന്ന് മനസ്സിലായത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ പറിച്ചു തരും. അതുകൊണ്ടായിരിക്കും ഞാനിത് എങ്ങനെ മരത്തിൽ നിൽക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞായിട്ടാ മരത്തിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ അങ്ങനെ മനസ്സിലാകത്തില്ല ഇത് ആപ്പിളാണെന്ന്. പക്ഷെ ആപ്പിളിൻ്റെ മരം കാണാൻ ഇങ്ങനെ ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ലുക്സ് റിയലി നൈസ്. കണ്ടോ, ഭയങ്കര ഭംഗി. ഇത് വലിയതാക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് പറിക്കായിരുന്നു. മീൻ ചേച്ചി കൈ ഒന്ന് റീച്ച് ചെയ്തേ. കണ്ടോ, ഇങ്ങനെ നമുക്ക് പറിക്കാം ആപ്പിളൊക്കെ. സെറ്റപ്പ്. ഇറ്റ്സ് വെരി നൈസ്. ഇതൊരു വീടിന്റെ ഫ്രണ്ടിലുള്ള മരമായതുകൊണ്ട്
ഞങ്ങൾക്കൊരു പേടി പറിക്കാൻ. എങ്ങാനും പോലീസിനെ ആരെങ്കിലും വിളിച്ചാലോ. കണ്ടോ മീനു ചേച്ചി അതെങ്ങനെ പറിക്കാം എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം വീട്ടുകാർ കണ്ടാ പണിയാക്കും. ചേച്ചി ഒരു ചാക്കിനകത്ത് എടുത്തോണ്ട് പോയാലോ, നമുക്ക് അച്ചാറിടാം. അവസരം കിട്ടിയ ചേച്ചി ഇപ്പൊ പറിക്കും. പിന്നെ കല്ലേറൊക്കെ എവിടുന്ന് വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ പറിക്കുന്നില്ലേ? പേടിയുണ്ട്. പറിച്ചിട്ട് മധുരം ഉണ്ടോന്ന് കഴിച്ചു നോക്കാൻ. ചേച്ചി അത് എന്നെ വലിച്ചോണ്ട് പോവാ, ഇവിടെ നിന്നാ ഇനി അടി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. എല്ലാരും കാരണം പറിച്ചു നോക്കായിരുന്നു. പുളിയായിരിക്കും അല്ലേ? കിട്ടിയില്ലല്ലോ, അപ്പൊ പിന്നെ നമുക്ക് പുളിയാന്നൊക്കെ വിചാരിക്കാമല്ലോ. പിന്നെ പോട്ടെ, കിട്ടാത്ത മുന്തിരി പുളിക്കും, അല്ല കിട്ടാത്ത ആപ്പിൾ പുളിക്കും. ഭയങ്കര തണുപ്പ്. ഞാൻ മര്യാദക്ക് മലയാളത്തിൽ വീട്ടിൽ വെച്ച് പറഞ്ഞതാണ്, ഈ ചെറിയ സ്ലീവും പാവാടയൊക്കെ ഇട്ടുകൊണ്ട് വന്ന തണുക്കൂന്ന്. അപ്പൊ പറഞ്ഞു ഇല്ലില്ല, നോ വി ക്യാൻ മാനേജ് എന്ന് പറഞ്ഞോണ്ട് വന്നതാ. ഇപ്പൊ തണുക്കുന്നു. ബ്യൂട്ടി ഈസ് പെയിൻ. എന്നാ ബ്യൂട്ടിക്കോ പെയിൻ എടുത്ത് ബ്യൂട്ടിക്കോ. സത്യം പറഞ്ഞ ഈ പാവാട ഇടുന്നത് നല്ല ഐഡിയ അല്ലായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞു തോന്നുന്നേ. ഭയങ്കര തണുപ്പുണ്ടല്ലോ. അവളവിടെ നിൽക്കുന്നത് കണ്ടോ? ഇന്ന് ആപ്പിൾ പ്ലക്ക് ചെയ്തിട്ടേ വരത്തുള്ളൂ, അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിരിക്കുകയായിരുന്നു. കേട്ടോ ആപ്പിൾ തല വീണു ഗൈസ്, ആപ്പിൾ തല വീണു ഗൈസ്. സക്സസ് ഗൈസ്, ഞങ്ങൾ ആപ്പിൾ പറിച്ചു. പക്ഷേ കഴിച്ചു നോക്കാൻ ഇവിടെ നിന്നൊരു മടി. ഈ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണില്ലേ, അതുപോലെ ഇപ്പൊ എന്റെയും തലയിൽ വീണല്ലോ. ഇത് പുളിയല്ല, ഇത് കയ്പാ. വെറുതെ പറിച്ച്. ചേച്ചി ട്രൈ പ്ലീസ്. അപ്പൊ ആ സോക്കേടെ തീർന്നു കിട്ടി. ഞങ്ങളിപ്പം പോവാനായിട്ട് ബസ്സിൽ കയറിയിരുന്നു. പക്ഷെ ഒരു ചെറിയ പ്രശ്നം, ബസ് ഇപ്പൊ സ്റ്റാർട്ടാവുന്നില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമ്മള് കയറിയത് ഐശ്വര്യമാണോന്ന് അറിയത്തില്ല. എന്തായാലും സൂപ്പർ. എന്തായാലും എന്തിനും ചെയ്യുന്നെന്ന് അറിയത്തില്ല. ഇവിടെ ബസ്സിങ്ങനെ നിർത്തിയിട്ടേക്ക് ഓണാക്കാൻ പറ്റാതെ. നോക്കാം, ശരിയാവുമായിരിക്കും. ശരിയാണല്ലോ അല്ലേ? ശരിയാവണ്ടോടെ പോലെ ശരിയാണല്ലോ. ഇവന് ശരിയാവത്തില്ലേ? എല്ലാരും ഇറങ്ങിപ്പോന്നു. മാമ പോവല്ലേ? ഡ്രൈവറൊക്കെ ഇറങ്ങിപ്പോന്നു. ബസ് മാറ്റിയിരിക്കും. കഷ്ടം തന്നെ. ഇപ്പം പുള്ളി പുറത്ത് പോയിട്ട് വേണ്ട തിരിച്ചു കയറി വന്നു. എന്തെങ്കിലും സൊല്യൂഷനായിട്ടായിരിക്കും വന്നെന്ന് തോന്നുന്നു. ഓണാവും. ഞാൻ പോന്നിട്ടെന്നാണോ? സ്റ്റോപ്പായെന്നാ ചെയ്യും. ഓണായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോയിട്ട് അവിടുന്ന് ബാക്കി അറിയാം. ഞങ്ങളങ്ങനെ ആ പാട്ട വണ്ടി ഇറങ്ങി സ്ഥലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്റെ പൊന്നെ, ഇങ്ങനെയുണ്ട് ബസ്സുകളൊക്കെ. ഇതാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ത്രിഫ്റ്റ് സ്റ്റോർ ഞാൻ പറഞ്ഞത്. ഇവിടെയാണ്. കണ്ട ഒരു വീട് പോലൊക്കെ ഇരിക്കുമെങ്കിലും ഇവിടെ അകത്ത് ഒരു കടയാണ്. അപ്പോൾ ഇവിടേക്കായിരിക്കും ഞങ്ങളിന്ന് ഷോപ്പ് ചെയ്യാനായിട്ട് വന്നത്. നമുക്ക് പോവാം. ഇവരിനെ അകത്ത് ചെയ്യാനായിട്ട് സമ്മതിക്കാൻ തരത്തില്ല. നമുക്കൊന്ന് നോക്കാം. How are you? I'm good. Yeah, Robert. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറേ പേരെ അറിയാം. കാരണം ഞാൻ ഇവിടെ കാനഡയിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഇവിടെ ആയിരുന്നു വോളണ്ടിയറിങ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ എല്ലാവരും അറിയാവുന്നത്. പക്ഷെ അവരെ ഫേസ് കാണിക്കാനായിട്ട് ഇവിടുത്തെ ആൾക്കാരെ അവർക്ക് പെർമിഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കടയൊക്കെ കാണിച്ച് അങ്ങനെ നമുക്കിന്ന് വ്ളോഗ് ചെയ്യാവുന്നതാണ്. എല്ലാ ടൈപ്പ് ഡ്രസ്സസും കിട്ടും. ഇപ്പോൾ ഇവിടെ കാണുന്നത് കണ്ടോ, ബ്രൈഡൽ ഡ്രസ്സസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ബ്രൈഡിൻ്റെ ഗൗൺ വരെ ഇവിടെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഡ്രസ്സസും ഉണ്ട്. കണ്ടോ, ഇറ്റ്സ് ലൈക്ക്
ഒരു വലിയ കടയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ അപ്പുറത്ത് ഒരു സൈഡും ഉണ്ട്, ആ സൈഡിലും അങ്ങനെ തന്നെ ഉണ്ട്. ഇത് കിഡ്സിൻ്റെ മാത്രമായിട്ടുള്ള ഏരിയയാണ്. ഇതിൽ കോഫി മേക്കർ, ബ്ലെൻഡർ, ജഗ് ഇതെല്ലാം നമുക്കിവിടെ സെക്കൻഡ് ആയിട്ട് കിട്ടും. വിന്റർ വരുന്നത് കൊണ്ട് വിന്റർ ബൂട്ട്സിന്റെ ഒക്കെ കളക്ഷൻസ് വന്നേക്കുവാണ്. We are done with our shopping. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഞങ്ങള് ഇവിടുത്തെ എല്ലാ പരിപാടിയും തീർത്തു. ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ എന്തൊക്കെ മേടിച്ചു, അതിനൊക്കെ എത്രയ്ക്കായി എന്നൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ പറയുന്നതായിരിക്കും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഐസ് ട്രേ എന്തോ മേടിക്കാനായിട്ടാണ് വന്നത്. ആസ് യൂഷ്വൽ ഒരു കാട്ട സാധനങ്ങൾ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വീട്ടിലോട്ട് പോകുന്നത്. ഇനി നമ്മൾ എങ്ങോട്ടാ ചേച്ചി പോന്നേ? എവിടെ? ടിം ഹോർട്ടൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് കട ഇൻ കാനഡ. ടിം ഹോർട്ടൻസ് കനേഡിയൻസിന്റെ ചായക്കട. അതെ, റൈറ്റ്, കനേഡിയൻസിന്റെ ചായക്കട. തട്ടുകട. കനേഡിയൻസ് തട്ടുകട. ഈ കുട്ടി കേരളത്തിലാണോന്ന് ചോദിച്ചാൽ ആന്നു, പക്ഷെ ഷീസ് ഹാഫ് മലയാളി. അതുകൊണ്ട് മലയാളം ഇടയ്ക്കിടയ്ക്ക് ശരിയാവാറില്ല. അതുകൊണ്ടാണ് മുറിഞ്ഞൊക്കെ അതുകൊണ്ടാണ് ഇടയ്ക്ക് പോകുന്നത്. സോ നാട്ടിലത്തെ നമ്മുടെ ചായക്കട പോലെയാണ് ഇവിടുത്തെ ടിം ഹോർട്ടൻസ്. അപ്പം അവിടെ പോയിട്ട് ചേച്ചി എനിക്കൊരു സാധനം മേടിച്ച് തരാമെന്ന് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാല് ചേച്ചിയുടെ ഒരു എന്താ കീറിയ ഷർട്ടോ, ഒരു ചേച്ചിയുടെ ഫേവറേറ്റ് ഷർട്ട് കീറിയപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ ചേച്ചി പറഞ്ഞു സ്റ്റിച്ച് ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ ടിം ഹോർട്ടൻസിൽ നിന്ന് എന്തോ ഒരു സാധനം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഓറഞ്ച് ടാഞ്ചറിൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താ സാധനം എനിക്ക് അറിയത്തില്ല. അപ്പം അത് മേടിക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നോക്കാം നമുക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന്റെ അത്രയും വാല്യൂ ആ ടാഞ്ചറിന് ഉണ്ടോ എന്ന് നമുക്ക് കുടിച്ച് നോക്കുമ്പോൾ അറിയാം. പ്ലസ് ലൈക്ക് കാറ്റുള്ള സമയത്ത് നിന്ന് കുടിക്കാൻ പറ്റുമോ ഇല്ലയോ അത് മതി. ഓ, ഇറ്റ്സ് എ കോൾഡ് ഡ്രിങ്ക്. ഇറ്റ് ഈസ് എ ഫ്രോസൺ ഡ്രിങ്ക്. ഓ ഓക്കെ. തണുപ്പത്ത് കുടിക്കാൻ പറ്റിയ സാധനം ഒരു ഫ്രോസൺ ഡ്രിങ്ക് ആണത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാറ്റത്തൂടെ ഒക്കെ പോയി തണുത്ത് വരച്ച് ചെല്ലുമ്പോൾ കുടിക്കാം. അതാകുമ്പോൾ പനിയൊക്കെ നമുക്ക് പാഴ്സലായിട്ട് വീട്ടിൽ വരും. ഓക്കെ, ചുമ്മാ ലാസ്റ്റ് എത്തി. ദിസ് ഇസ് ടിം ഹോർട്ടൻസ്. അത് മിനി ചേച്ചി. ദിസ് ഇസ് ടിം ഹോർട്ടൻസ്. കണ്ടോ, ഇവിടാണ് നമ്മൾ കയറി ഓറഞ്ച് ടാഞ്ചറിൻ മേടിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, അകത്തിട്ട് കയറാം. ഇതാണ് നമ്മുടെ ടിം ഹോർട്ടൻസ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ മെയിൻലി കിട്ടുന്നത് കോഫീസ് ആണ്. കോഫീസിൻ്റെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കോഫീസ് ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ് ആണുള്ളത്. പിന്നുള്ളത് ഡോണറ്റ്സ്, സ്നാക്സ്, മറ്റേ ബർഗേഴ്സ് ടൈപ്പ് റാപ്പ്, ബൗൾസ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് കൂടുതലുള്ളത്. ഇതാണ് നമ്മുടെ ഫേമസ് ടിം ഹോർട്ടൻസ്. ഇവിടേക്ക് ഇരുന്ന് കഴിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. നമുക്കിന്ന് വേണ്ട എന്തായിരുന്നു നമ്മളുടെ ഓറഞ്ച് ടാഞ്ചറിൻ. അതന്നെ. അപ്പോൾ ഇതിനകത്ത് ഇതുകൊണ്ട് ആ കാണുന്ന സാധനമാണ് ഓറഞ്ച് ടാഞ്ചറിൻ. ഓക്കെ, നൈസ്. ബാ മേടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് കിട്ടി. നമുക്കിവിടെ അങ്ങനെ ഇരിക്കാം. സോ ദാറ്റ് ഈസ് ഫ്രഞ്ച് വാനില.
ആൻഡ് ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞ ഓറഞ്ച് ടാങ്കറിൻ. ഇത് കുടിച്ച് നോക്കാൻ ഞാൻ ഉണ്ടെന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ചേച്ചി പറഞ്ഞ സാധനം ഓറഞ്ച് ടാങ്കറിൻ, ഇത് ഓറഞ്ച് ഫ്രോസൺ ടാങ്കറിൻ. അപ്പോൾ അത് കൊള്ളാമോ നോക്കാം. ഇതിന് മുകളിൽ വിപ്പിംഗ് ക്രീം ഒക്കെ ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം. Do I blend it? No. Okay. If you want, you can. It's up to you. How is it? കൊള്ളാം. നമ്മുടെ ടാങ് ഇല്ലേ, ഓറഞ്ച് ടാങ്ക്, അതിൻ്റെ ഒരു എക്സ്ട്രീം ഫ്ലേവർ വിത്ത് ഭയങ്കര മധുരം. കൊള്ളാം, ഇഷ്ടമായി. എൻ്റെ സ്റ്റിച്ചിൻ്റെ വിലയുണ്ട്. I'm gonna have my French vanilla. It's a very sweet hot drink. So yeah. French vanilla is like the most common drink people order from Tim Hortons, I guess. പക്ഷെ നല്ല ടേസ്റ്റാ. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് അല്ലേ, ഹോട്ട് ചോക്ലേറ്റിൽ ഞങ്ങൾ ചോക്ലേറ്റ് ഇടും. ഫ്രഞ്ച് വനിലയിൽ നമുക്ക് ഫ്രഞ്ച് വനിലയുടെ ഒരു ഇച്ചിരി എസൻസ്. ഇതൊക്കെ ചേച്ചിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയാമെന്നറിയാമോ? Tim Hortons. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നത്. അതെ, നമ്മളൊന്ന് ഇടയ്ക്ക് ഡ്രൈവ് ത്രൂ ഇന്ന് ഡബിൾ എന്നും ട്രിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കോഫി മേടിച്ചിട്ട് പോത്തുള്ളൂ. ഈ ഡബിൾ ട്രിപ്പിൾക്ക് എന്താണെന്നറിയാവോ? അത് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പാണ്, ഇവിടെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത്. ഡബിൾ ഈസ് 2 milk 2 sugar, ട്രിപ്പിൾ ഈസ് 3 milk 3 sugar. അപ്പം ഇവിടെ യൂഷ്വലി ക്രീമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് മിൽക്കിന് പകരം. ലൈക്ക് ഐ ഡോണ്ട് നോ, ടിം ഹോട്ടൻസിൽ അങ്ങനെ മിൽക്ക് അല്ല, ഞങ്ങൾ ഡബിൾ പറയുമ്പോൾ അത് മിൽക്കിന്റെ കൂട്ടത്തിൽ വരത്തില്ല, അത് ക്രീം ആയിരിക്കും. ലൈക്ക് 2 cream and 2 sugar. But if we say like 2 milk 2 sugar, that is going to be a separate order. അവർക്ക് ക്രീം വേണ്ടാത്തത് അവർ ഓപ്ഷൻ പറയും, ലൈക്ക് നമുക്ക് മിൽക്ക് വേണം. സോ വെൻ യു സേ ഡബിൾ ഇറ്റ് ഈസ് 2 cream and 2 sugar. ഓക്കെ, യെസ്. അപ്പം മനസ്സിലായില്ലേ? അതാണ് എൻ്റെ മാത്സ്. കഞ്ഞി കുക്കൊക്കെ നിൽക്കുന്നത് കണ്ടോ? ഇത് കുടിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് കയ്യിലെടുത്തു. ഇതിപ്പോൾ ഞാൻ കൈ പിടിക്കാൻ തുടങ്ങിയിട്ട് ഇനി മേടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1/2 മണിക്കൂറായി. ഇത് തീർക്കുന്നില്ല, പകുതി പോലും ആയിട്ടില്ല. ഇതിൽ ഐസല്ല, വേറെന്തോ സാധനം ഇട്ടേക്കാന്നേ ചേച്ചി പറഞ്ഞു. എൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ ജെല്ലോ. ജെല്ലാം പിന്നെ ഫ്രോസൺ കംസ് ഇങ്ങനെ മെഷീനിൽ ഇങ്ങനെ ആയിട്ട് വരും, ഫ്രോസൺ ആയിട്ട് വരും. ഞാൻ ഇത്ര നാൾ മേടിച്ചത് ഐസ് പൊടിച്ചിട്ടിരിക്കുന്നതാണ് ഈ ക്രഷ്ഡ് ഐസ് എന്ന് പറയുന്നത്. പക്ഷെ അതല്ല സാധനം, വേറെന്തോ ആണ്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് ആ സാധനത്തിനകത്ത്. ഐസ് തന്നെയാണ്, പക്ഷെ വേറെ എന്തെങ്കിലും. ഞങ്ങളുടെ ബസ് വന്നു, ഞങ്ങൾ അടുത്ത ബസ് വെക്കാറുണ്ട് പോവാണ്. ബൈ. ഇവിടെ കണ്ടോ പല ടൈപ്പ് പുല്ല് വെട്ടലാണ് നടക്കുന്നത്. ഒരാൾ കൈ വെച്ച് വെട്ടുന്നു, എന്താണ്ടൊരു മെഷീൻ വെച്ച്, ഒരാൾ വണ്ടി ഓടിച്ച് വെട്ടുന്നു, എന്തിലൊക്കെയോ നടക്കുന്നു. ഏതൊക്കെ ടൈപ്പുള്ള മെഷീൻ വെച്ചാൽ പുല്ല് വെട്ടുന്നതെന്ന്. വണ്ടി ഓടിച്ച് വെട്ടുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങോട്ട് ബാലകൃഷ്ണ, ആഹാ ഒളിച്ചിക്കല്ലേ, അങ്ങനെ മുങ്ങാൻ നോക്കണ്ട. ആ പട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ അതൊരു ഹസ്കി ബ്രീഡാ. അതിൻ്റെ ഒരു കണ്ണ് റെഡും ഒരു കണ്ണ് ബ്ലൂ ആണ്. പക്ഷെ അതിൻ്റെ അടുത്ത് പോയി ഞാൻ ക്യാമറ കൊണ്ടുവന്നാൽ ചിലപ്പോൾ എനിക്ക് കടി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് അടുത്തോട്ട് പോകാഞ്ഞത്. പക്ഷെ പാവമാണ്, ഇടയ്ക്കൊക്കെ എന്നെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കാറൊക്കെ ഉണ്ട്. നല്ല പട്ടിയാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഫുൾ ഷോപ്പിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിപ്പം വീട്ടിലേക്ക് എത്താറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ എന്തൊക്കെയാണ് ഈ ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് മേടിച്ചത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ എൻ്റെ നെക്സ്റ്റ് വ്ളോഗ് കണ്ടു വരും. അതിനകത്ത് ഞങ്ങൾ ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് പോലെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പം അതിനകത്ത് ഞങ്ങൾ കാണിക്കാം ഞങ്ങൾ എന്തൊക്കെ മേടിച്ചു എന്നൊക്കെയുള്ളത്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടോ അതൊക്കെ കമൻസിൽ അറിയിക്കുക. നിങ്ങളെല്ലാവരുടെയും സജഷൻസ് ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സീ യു ഇൻ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ഫ്രം ഐറീൻ ആൻഡ് നീനു.